എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീട്ടിലെ കുഞ്ഞു കുഞ്ഞു വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ അടങ്ങിയിരിക്കുന്നതാണ് നമ്മുടെ വീഡിയോ. അപ്പോൾ ഇതുപോലുള്ള വീഡിയോസൊക്കെ ഇഷ്ടമാകുന്നവർ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറന്നു പോകരുത്. രാവിലത്തെ കുറച്ച് കാര്യങ്ങളൊന്നും ഞാൻ വീഡിയോ എടുത്തില്ല, കാരണം എല്ലാ വീഡിയോസിലും കാണുന്നത് തന്നെയല്ലേ. അതുകൊണ്ട് ഞാൻ ഇപ്പം എന്താ പറയുന്നത്, പിള്ളേരുടെ ലഞ്ച് ബോക്സും കാര്യങ്ങളും ഒക്കെ ഒന്ന് എടുത്ത് വെക്കുവാണ് കേട്ടോ. അതിൻ്റെ ഇടയ്ക്ക് രണ്ടുപേരും വന്ന് തന്നെ ശല്യം ചെയ്യുന്നത് വെച്ചാൽ വീഡിയോ എടുക്കുമെന്ന് മനസ്സിലായപ്പം അവരോരോന്നൊക്കെ കാണിക്കുവാണ്. വീഡിയോയിൽ വരാനും പിന്നെ അലമ്പാനും വേണ്ടിയിട്ടുള്ള പരിപാടിയാണ് കേട്ടോ. പിള്ളേരെ ഇനിയിപ്പോൾ കുളിപ്പിച്ച് റെഡിയാക്കണം. അപ്പോൾ ലഞ്ച് ബോക്സും കാര്യങ്ങളുമൊക്കെ എടുത്ത് വെച്ചിട്ട് ഞാൻ പിന്നെ പുട്ടിനുള്ള പൊടി നനച്ച് വെച്ചേക്കാമെന്ന് വെച്ചു. അപ്പോൾ അവരെ വിട്ടിട്ടൊക്കെ വരുമ്പോഴത്തേനും അത് കുറച്ച് സമയം ഇരിക്കുകയും ചെയ്യും, അങ്ങനെയാകുമല്ലോ. അതിന് വേണ്ടിയിട്ട് അതൊക്കെ ഒന്ന് സെറ്റാക്കി വെച്ചു. ഇനി അവരെ കുളിപ്പിക്കണം, ഡ്രസ്സ് ചെയ്യണം, അങ്ങനെയൊക്കെ കുറച്ച് കാര്യങ്ങൾ. അപ്പോൾ അതിലേക്ക് നമ്മൾ ഇനിയിപ്പോൾ മാറുവാണ്. അപ്പോൾ രാവിലത്തെ കുറച്ച് തിരക്കുകളും കാര്യങ്ങളൊക്കെ പിള്ളേർ പോയി കഴിയുമ്പോഴത്തേന് തീരും. അങ്ങനെ എല്ലാം ബാഗിനകത്തൊക്കെ എല്ലാം സെറ്റ് ചെയ്തിട്ട് പിന്നെ അവർ കുളിപ്പിച്ചു. ദേവൂട്ടനെ ഡ്രസ്സൊക്കെ ഇട്ട് വിച്ചൂട്ടനെ ആദ്യം തന്നെ ഒരുക്കി കേട്ടോ. വിച്ചൂട്ടനെ അച്ഛൻ ഒരുക്കി റെഡിയാക്കിയിട്ടുണ്ട്. അപ്പോൾ ദേവൂട്ടനെ ഞാൻ റെഡിയാക്കി. അങ്ങനെ അവരെ വണ്ടിയിലൊക്കെ കയറ്റി വിട്ടിട്ട് വന്നപ്പോഴത്തേന് അമ്മ ചോറ് വെച്ചിട്ടുണ്ടായിരുന്നു, അത് തിളച്ചു. അപ്പോൾ അതെടുത്ത് റൈസ് കുക്കറിലേക്ക് വെച്ചു. അത് കഴിഞ്ഞപ്പോഴത്തേന് എനിക്കും കുറച്ച് യോഗട്ട് തിന്നാൻ തോന്നി കേട്ടോ. കഴിഞ്ഞ വീഡിയോയിൽ കണ്ടായിരുന്നല്ലോ ദേവൂട്ടൻ കഴിക്കുന്നത്. അപ്പം ഞാനും കുറച്ച് യോഗട്ടൊക്കെ എടുത്ത് കഴിച്ചു. അത് കഴിഞ്ഞിട്ട് അന്നേരത്തെ അമ്മ അവിടെ ചെറുപയർ തോരൻ വെക്കുന്നുണ്ടായിരുന്നു. ഇനി നമുക്ക് പുട്ടിനുള്ള തേങ്ങ ചിരണ്ടണം. ആദ്യം ഒരു ട്രിപ്പ് പുട്ടൊക്കെ വെച്ചിട്ടുണ്ട്. പുട്ടും പഴവുമാണ് ഫിക്സ് ചെയ്തത്. പക്ഷെ അമ്മ ചെറുപയർ തോരൻ വെക്കുന്ന കണ്ടപ്പോഴത്തേന് ഞാൻ അങ്ങനെ സാധാരണ കഴിക്കാറില്ല. പുട്ടും ചെറുപയറും കൂടെ പപ്പടവും കൂടെ കാച്ചുവാണെങ്കിൽ അങ്ങനെ ഒന്ന് കഴിച്ച് നോക്കാമെന്ന് വെച്ചു. അപ്പോൾ അതിനുള്ള പപ്പടമൊക്കെ വറുത്തെടുക്കുവാണ്. ഈ ഒരു കോമ്പിനേഷൻ എല്ലാവർക്കും ഇഷ്ടമാണ്, പക്ഷെ ഞാനങ്ങനെ കഴിക്കാറില്ല. നമ്മളിവിടെ ഒന്നെങ്കിൽ മുട്ടക്കറി അല്ലെങ്കിൽ എന്താ പറയുന്നത് കടലക്കറി, പഴം അങ്ങനെയൊക്കെയാണ് എടുക്കുന്നത്. അപ്പോൾ ഇന്നൊരു ചേഞ്ച് ആയിക്കോട്ടെ എന്ന് വെച്ചിട്ട് ഞാനും ചെറുപയർ അമ്മ ഉണ്ടാക്കുന്ന കണ്ടുകൊണ്ട് കേട്ടോ ഞാനും ഇന്ന് അങ്ങനെ കഴിക്കാമെന്ന് വെച്ചു. അന്നേരത്തേന് അമ്മ അവിടെ ചെമ്മീനും മാങ്ങ, ഉണക്കച്ചെമ്മീനാണ് കേട്ടോ, ചെമ്മീനും മാങ്ങ വെക്കാൻ വേണ്ടിയിട്ടുള്ള ഇതൊക്കെ റെഡിയാക്കിക്കൊണ്ടിരിക്കുവാണ്. ചെമ്മീനും മാങ്ങയൊക്കെ വേഗം വെച്ചിട്ട് പിന്നെ അതിനുള്ള അരപ്പുമൊക്കെ റെഡിയാക്കി ഒഴിച്ചിട്ടുണ്ട്. ഇനി കടുക് വറുത്ത് ഇടണം. അപ്പോൾ ഉച്ചക്കത്തേനുള്ള കറിയാണ്, ചെറുപയർ തോരനുണ്ട്, ചെമ്മീനും മാങ്ങ കറിയുണ്ട്. ഇതൊക്കെ കഴിഞ്ഞപ്പോഴത്തേന് അമ്മ പാത്രങ്ങളെല്ലാം കഴുകിയിരുന്നു. പിന്നെ വന്ന ബാലൻസ് പാത്രങ്ങളൊക്കെ ഞാനും കഴുകി. അത് കഴിഞ്ഞിട്ട് പുട്ട് കഴിക്കാനിരുന്നു. പുട്ടും ചെറുപയറും പപ്പടമൊക്കെ ആയിട്ട് ഇങ്ങനെ കഴിക്കാനിരിക്കുക. ഭക്ഷണമൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് പിന്നെ ബാലൻസ് എന്താ പറയുന്നത്, അടുക്കളയിലെ കാര്യങ്ങളൊക്കെ ഒന്ന് ക്ലീൻ ആക്കണം. നമുക്ക് സിങ്കൊക്കെ ഒന്ന് കഴുകണം, അതുപോലെ കൗണ്ടർ ടോപ്പും എല്ലാം ഒന്ന് വൃത്തിയാക്കണം. പിന്നെ അടുക്കള അടിച്ച് വരണം. ആദ്യം അടുക്കളയിലെ പരിപാടികളാണ് കേട്ടോ തീർക്കുന്നത്. അടുക്കള ക്ലീൻ ചെയ്തു, എല്ലാം അടിച്ച് വാരി. അത് കഴിഞ്ഞിട്ടാണ് പിന്നെ നമ്മൾ ബാക്കി റൂമുകളും കാര്യങ്ങളും ഒക്കെ അടിച്ച് വാരാൻ ഇറങ്ങുന്നത്. അങ്ങനെ സിങ്കൊക്കെ ഒന്ന് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം കൗണ്ടർ ടോപ്പും ബാക്കിയെല്ലാം ഒന്ന് ക്ലീൻ ചെയ്തു. ഇത് കഴിഞ്ഞിട്ട് വേണം നമുക്കിനി ബാക്കി കുറച്ച് പരിപാടികൾ ചെയ്യാൻ വേണ്ടിയിട്ട്. കറിയൊക്കെ അമ്മ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്ന് ബാക്കി കുറച്ച് ക്ലീനിങ്ങും പരിപാടികളും ഒക്കെ ചെയ്താൽ മതി. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം ബെഡ്റൂമിലെ ജനലയിലെയൊക്കെ ചുക്കിലി കളയുകയും ഒക്കെ ചെയ്തായിരുന്നല്ലോ. ഇന്ന് ഞാൻ വിചാരിച്ചു ഹാളിലെ ഇത് കളയാം. എല്ലാം കൂടെ ഒന്നിച്ച് ചെയ്യാനിരുന്നു കഴിഞ്ഞാൽ ഭയങ്കര മടുപ്പായിരിക്കുമല്ലോ. കൊണ്ട് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഓരോ ദിവസവും നമുക്ക് അങ്ങനെ ചെയ്യാമെന്ന് വെച്ചു. അപ്പോൾ ഇന്ന് ഹാളിൽ ഇതൊക്കെ ഒന്ന് വൃത്തിയാക്കി. അതൊക്കെ കഴിഞ്ഞപ്പോഴത്തേനും നമുക്കൊരു പാഷൻ ഫ്രൂട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. നല്ല മധുരമായിരുന്നു. വാവൽ കടിക്കാതെ ഒരെണ്ണം നമുക്ക് കിട്ടിയത് അങ്ങനെ കിട്ടാറേ ഇല്ല. നമ്മളങ്ങനെ എടുക്കാറുമില്ല, കാരണം എല്ലാം തന്നെ കടിച്ചിട്ടുണ്ടായിരിക്കും. അപ്പോൾ ആ പാഷൻ ഫ്രൂട്ടും ഒക്കെ കഴിച്ചു. അത് കഴിഞ്ഞിട്ട് നമുക്ക് വാഷ് ബേസിനൊക്കെ ഒന്ന് കഴുകണമായിരുന്നു. ആ ഏരിയ ഒന്ന് ക്ലീനാക്കി. പിന്നെ നമ്മൾ പെരയ്ക്കൊക്കെ അടിച്ചു വാരി. ബാക്കി നമ്മുടെ പരിപാടികളെല്ലാം കഴിഞ്ഞിട്ടുണ്ട്. നമ്മൾ വാഷിംഗ് മെഷീനിൽ തുണി ഉണ്ടായിരുന്നു, അതൊന്ന് വിരിക്കണം. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ കുഞ്ഞു കുഞ്ഞു വിശേഷങ്ങളെന്ന് പറയുന്നത്. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. മറ്റൊരു നല്ല വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം.